മരച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ഞാൻ ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നുള്ളൊരു ആലോചനയിലെത്തിയത്. പണ്ടൊക്കെ മുത്തശ്ശി കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൽ രാജാവും രാജ്ഞിയും പിന്നെ ഇടയ്ക്ക് വരുന്ന ചില പ്രേതകഥകളും അങ്ങനെ കഥ കേട്ടിരുന്ന് രസിച്ച് എഴുതാൻ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എഴുത്ത് മാറി മൊബൈലിലായി കാഴ്ചകളൊക്കെ, പിന്നെ ടി വിയിലായി കാഴ്ചകൾ. ഇപ്പോൾ ഇതാ നെറ്റ്ഫ്ലിക്സോ ആമസോൺ പ്രൈമോ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ മൂവീസും കാണാനുണ്ട്. നല്ല ഫീൽ ഗുഡ് മൂവീസ്. പണ്ട് മുത്തശ്ശി കഥകളൊക്കെ പറഞ്ഞ പോലത്തെ അത്രയും വലിയ നരേഷനൊന്നും അല്ലെങ്കിലും കുറേ നല്ല മൂവീസ് ഉണ്ട് കേട്ടോ. അങ്ങനെ തണുത്തിരിക്കുന്ന ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു, ഇന്ന് എനിക്കൊരു വ്ളോഗ് ചെയ്യണം. ഞാൻ ഇതുവരെ എൻ്റെ ഓൺ വോയിസിലൊരു വ്ളോഗോ ഷോർട്സോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ പ്രതീക്ഷിക്കാം. എന്നാലും നമുക്ക് നോക്കാം. എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്, എന്നാൽ പിന്നെ എനിക്കെന്താ ആയിക്കൂടെ. അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാട്ടോ. വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് കാനഡയിൽ ഒണ്ടാരിയോ എന്ന് പറയുന്ന പ്രൊവിൻസിലുള്ള ഒരു സ്ഥലമാണ്. സിറ്റിയുടെ പേരൊക്കെ നമുക്ക് വഴിയെ പറയാം. ഈ ഏരിയയിൽ എവിടെയോ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതും തപ്പി ഇറങ്ങിയതാണ് ഞങ്ങൾ. നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പം 3.5 വർഷമാവുന്നു. ഇടയ്ക്ക് ഒരു തവണ നാട്ടിൽ പോയിട്ട് വന്നു. എന്നാൽ പോലും എപ്പോഴും ഈ മഞ്ഞ് കാണുമ്പോഴും ഇതിലെ കഷ്ടപ്പാടുകളൊക്കെ കാണുമ്പോഴും ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ ഒരു പണിയും ചെയ്യാതെ രാവിലെ എണീറ്റ് വന്ന് അമ്മേ ചായ എന്ന് പറഞ്ഞ് ആ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ആ ഒരു കാഴ്ചയില്ലേ, അതാണ് എല്ലാ ദിവസവും വേദനിപ്പിക്കുന്ന ഒരോർമ്മ. പക്ഷെ എന്ത് ചെയ്യാനാ, ലൈഫല്ലേ. ലൈഫ് എങ്ങനെയാണ്, ചേഞ്ചസ് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പിന്നെ ഇടയ്ക്ക് നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാൻ ഇതുപോലെ ഇടയ്ക്ക് പുറത്തിറങ്ങി നടക്കുകയും അവിടുത്തെ കാഴ്ചകൾ കാണുകയും തന്നെ സന്തോഷിക്കാൻ നോക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ടങ്ങ് പോവും. ഏതോ സിനിമയിൽ ആരോ പറഞ്ഞതുപോലെ കുറേ നാൾ നമ്മളങ്ങ് ഹാപ്പി ആണെന്നങ്ങ് വിചാരിക്കുക, അവസാനം നമ്മൾ ശരിക്കും ഹാപ്പിയാവും. അതേപോലെ കാനഡയിലെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നും പറഞ്ഞ് ഭയങ്കര ഡിപ്രഷനൊന്നും അല്ല കേട്ടോ. കാനഡയിൽ എല്ലാവരെയും വിട്ടിട്ട് മാറി നിൽക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു ഒറ്റപ്പെടലില്ലേ, ആ ഒറ്റപ്പെടലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കാനഡ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് കാനഡയിൽ. അങ്ങനെയൊന്നും കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇനി സമയം കിടക്കല്ലേ, കുറേ എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന കാഴ്ചകളും പിന്നെ മനസ്സിൽ തോന്നുന്ന തോട്ട്സും ഒക്കെ നമുക്കിവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ്, അടുത്ത വീഡിയോയിൽ കാണാം.